ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പ്രകാശനും മനോഹറും കൂടി തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹർ പറയുന്നുണ്ട്, അങ്കിൾ ചെയ്തതിൽ ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. അവൻ ഇവിടെ വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം കൊലവിളിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പോലും അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. എനിക്ക് പോലും അവനെ കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. അവനിപ്പോ പുറത്തിറങ്ങിയിട്ട് മരിച്ചില്ലെങ്കിൽ അകത്ത് വന്നാൽ ഞങ്ങളുടെ ആരുടെയും കൈ കൊണ്ടായിരിക്കും അവൻ മരിക്കുന്നുണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും പ്രകാശം വേണ്ട, മോനെ നിനക്കൊരു കാര്യം അറിയാവോ, ഞാൻ അവനെ കൊന്ന സമയത്ത് ഒരു തരി കുറ്റബോധം പോലും എനിക്ക് തോന്നിയില്ല എന്ന് പ്രകാശം പറയാണ്. അത് കേട്ട് അവിടെയുള്ള ആളുകൾ ജയിൽ പുള്ളികളൊക്കെ വന്നിട്ട് പ്രകാശോട് പറയുന്നുണ്ട്, അതിനെ ചേട്ടാ നിങ്ങൾ ചെയ്തത് ഒരു തെറ്റുമല്ല, നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ സ്വഭാവം ഭയങ്കര സ്വഭാവം തന്നെ. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും അവന്റെ നേരത്തെ കൈ വെച്ച് ചിലപ്പോൾ അവനെ തീർത്ത് കളഞ്ഞായിരുന്നു എന്നൊക്കെ ജയിൽ പുള്ളികൾ പറയാണ്. ആ സമയത്ത് ഇതെല്ലാം കേട്ട് ജയിൽ സൂപ്രണ്ട് പറയുന്നുണ്ട്, എടോ പ്രകാശ, താൻ എന്നാലും വലിയ മണ്ടൻ തന്നെയാണ്. ഈ കാലത്ത് പെൺമക്കളും ആൺമക്കളൊന്നും ഇല്ലടോ. ചിലപ്പോ സമയത്ത് വയസ്സാം കാലത്ത് അമ്മമാരുടെ അച്ഛന്മാരുടെ കൂട്ടായിട്ട് പെൺമക്കളെ ഉണ്ടാവുള്ളൂ. താൻ ഇതൊക്കെ എപ്പോഴാണോ മനസ്സിലാക്കുക? എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ വേണ്ടി വന്നു. എന്തായാലും എല്ലാരും കൂടി അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വാർഡൻ പറയാണ്. അങ്ങനെ മനോഹറും അതുപോലെ തന്നെ പ്രകാശനൊക്കെ അപ്പുറത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കുന്ന അമ്മൂമ്മേനെയും കല്യാണിനെയാണ്. അവര് കിരണ് വരുന്നത് കാത്ത് ഇങ്ങനെ നിക്കാട്ടോ. അപ്പൊ വരാന്തയിൽ തന്നെ ഇരിക്കണം. അപ്പൊ അമ്മൂമ്മ ചോദിക്കണ്ട്, ഇതുവരെയായിട്ടും കിരൺ മോൻ വന്നില്ലല്ലോ എന്ന് പറയാണ്. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിക്കാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മൂമ്മ. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അമ്മൂമ്മ ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ കിരണേട്ടന്റെ കൂടെ ഉണ്ടാവും, ജാമ്യം കിട്ടിയില്ലെങ്കിൽ അച്ഛൻ കിരണേട്ടന്റെ കൂടെ ഉണ്ടാവില്ല അമ്മൂമ്മ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് തന്നെ കിരൺ അവിടേക്ക് വരുന്നുണ്ട്. കാദംബരിയും കാർത്തികൊക്കെ അകത്തുനിന്ന് പുറത്തേക്ക് വരുവാണ്. കിരൺ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മൂമ്മ പറയുന്നുണ്ട്, കിരൺ മോൻ ഒറ്റക്കാണല്ലോ എന്നിങ്ങനെ പറയാട്ടോ. കിരൺ മോനെ എന്താ ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ല അമ്മൂമ്മ ജാമ്യം കിട്ടിയില്ല. അതെന്താ കിരണേട്ടാ, ജാമ്യം കിട്ടിയില്ലേ? ഇല്ല, നിന്റെ അച്ഛനെ റിമാൻഡ് ചെയ്തു കല്യാണി. നവീൻ വക്കീല് കുറെ പ്രാവശ്യം ആവുന്നത്ര പരിശ്രമിച്ചു നോക്കി, ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ ജാമ്യം കിട്ടിയില്ല. കോടതിയിൽ നിന്റെ അച്ഛൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. വിക്രത്തിനെ കൊന്നൂന്നും തലക്കടിച്ചു കൊന്നൂന്നും അതുപോലെ തന്നെ കെട്ടിത്തൂക്കിയ കാര്യങ്ങളും എല്ലാം തന്നെ കോടതിയിൽ മുമ്പ് സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. തനിക്ക് അത് ചെയ്യേണ്ടി വന്നെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അച്ഛൻ തുറന്നു പറയുകയായിരുന്നു. ഈശ്വര, ഇനിയിപ്പോ എന്താ കിരണേട്ടാ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അടുത്ത കോടതി കൂടുന്നവരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇപ്പോ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ്. പിന്നെ നിന്റെ അച്ഛന് നിങ്ങൾ ആരും വരാത്തത് എന്തായാലും നന്നായി. നിങ്ങളാരെയും കാണാത്തതുകൊണ്ട് അച്ഛൻ അത്ര വിഷമം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ജയിലിൽ പോകേണ്ടി വരുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കിരണേട്ടാ. അതും മനസ്സിലുള്ളതുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടി വരാതിരുന്നത്. അതുകൊണ്ടാ ഇന്നലെ ഫുള്ളും അച്ഛന്റെ അടുത്ത് തന്നെ നിന്നത്. ഇന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ, അതുകൊണ്ട് മനസ്സിനൊരു പേടിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആരും ഇന്ന് കോടതി വരാതിരുന്നത്. അത് നന്നായെന്നാ കല്യാണി ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് അമ്മൂമ്മ കല്യാണത്ത് പറയുന്നുണ്ട്, എന്നാലും പ്രകാശന് ഈ വിധി വന്നല്ലോ മോളെ. മക്കളെ, നിങ്ങൾ ആരെങ്കിലും ജയിലിൽ പോവാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടോണേ, എനിക്ക് അവനെ കാണണം, പ്രകാശനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അമ്മുമ്മയും കരയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ് കേട്ടോ. സരയു മറ്റേ രൂപയുടെയും ചന്ദ്രസേന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഷാരി മാത്രമേ ഉള്ളൂ കേട്ടോ. ആ മോളെ എന്ന് പറഞ്ഞിട്ട് സരയുടെ അടുത്തേക്ക് ഷാരി പോകുന്നുണ്ട്. പറയണ്ട്, ഇവിടെ ആരുമില്ല മോളെ, ചന്ദ്രേട്ടൻ രൂപേനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയെന്നോ? അതിനെന്ത് സംഭവിച്ചു രൂപാന്റിക്ക്? അവൾക്ക് പെട്ടെന്ന് തലകറക്കം, BP നന്നായിട്ട് കുറഞ്ഞു, ഇപ്പൊ ICUല. ചന്ദ്രേട്ടൻ ഇപ്പൊ അവിടെ പോയിരിക്കുക. ആണോ? കിരണും ഒക്കെയോ? കിരണ് ഇപ്പൊ അവിടെ പോയിട്ടില്ലെന്ന് തോന്നണം, അറിയില്ല മോനെ. മോൾ എന്തൊക്കെയാ സംഭവിക്കണേ അല്ലോ, ഒന്നും ആലോചിക്കാൻ പോലും വയ്യ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ സരിയു പറയണ്ട, അതെ, വിക്രം മരിച്ചാണ് ഏറ്റവും കൂടുതൽ ഷോക്ക് ആയത്. അവൻ എന്റെ ആഗ്രഹം നടത്തി തരാൻ വേണ്ടിട്ടാ പരോളിൽ ഇറങ്ങി തന്നെ. മോൾ എന്തൊക്കെയാ പറയണത്? അതെ അമ്മേ, അവനെ കല്യാണിനെ കൊല്ലാൻ വേണ്ടിട്ടാ തോക്കായിട്ട് അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നപ്പോഴാ പ്രകാശൻ അവന്റെ തല കടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത്. മോളെ വേണ്ട മോളെ, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. വേണ്ട, നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ പറയാൻ പോണത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കിയേ, എന്റെ വളർത്തമ്മയാണ്, പെറ്റമ്മ വീട്ടിലുണ്ട്, നിങ്ങൾ വളർത്തമ്മയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വേറൊരാൾക്ക് പറയരുത്. പിന്നെ വീട്ടിലൊരാളുണ്ട്, എന്റെ പെറ്റമ്മ. അവർക്ക് ഞാനും അതുപോലെ തന്നെ കല്യാണിയും ഒരുപോലെയാണ്. എങ്കിൽ പോലും ഞാൻ പറയാറുള്ള കാര്യങ്ങൾ അവരാർത്തും പറയാറില്ല. അതുപോലെ ആയിരിക്കണം നിങ്ങളും ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി മോളെ. എന്നുവെച്ചിട്ട് നമ്മൾക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടില്ലേ മോളെ? ഇനിയും നമ്മൾ അത് തിരുത്തിയില്ലെങ്കിൽ നമ്മൾ വലിയൊരു കുഴിയിലേക്കാണ് വീഴാൻ പോണത്. വീഴട്ടെ, ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ്? നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടല്ലോ, എല്ലാം നേടിയെടുത്തല്ലോ. ആ കല്യാണി എന്ന് പറഞ്ഞവള് മോളെ. പിന്നെ കിരൺ വിളിച്ചിരുന്നു, അവൻ ഏത് നിമിഷം ഇവിടെ വരുമോന്ന്. കിരൺ ഇവിടെ വരുന്നുണ്ടോ? വരുന്നുണ്ടെന്നാ പറഞ്ഞത്. മോളെ, ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. വേണ്ട, ഒന്നും പറയണ്ട. നോക്ക്, കല്യാണിയും കിരണും എങ്ങാനും ഇവിടെ എങ്ങാനും വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്യണം. നീ എന്താ മോളെ പറയണത്? നീ
പറഞ്ഞു വരുന്നത്? കല്യാണി ഞാൻ കൊല്ലണമെന്ന് പറഞ്ഞാലും നിങ്ങൾ കൊല്ലണം മോളെ. അത് പിന്നെ എന്താ ഞാൻ പറഞ്ഞ നിങ്ങൾ അനുസരിക്കില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കില്ലേ മോളെ എന്ന് പറയുമ്പോഴേക്കും അതെ ഞാൻ അങ്ങനെ പറയില്ല, പക്ഷെ പറഞ്ഞാൽ കൈ വിറക്കാതെ നിങ്ങൾ അത് ചെയ്യണം. എനിക്ക് വേണ്ടി ചെയ്യാൻ നിന്നതാ എന്റെ അച്ഛൻ മരിച്ചു. അവസാനം വിക്രം ഇറങ്ങി, വിക്രത്തിനും അവസ്ഥയെ. അവസാനം നോക്ക്, ഇനിയിപ്പോ ഇതുമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുന്നോട്ടിറങ്ങും. പക്ഷെ ഞാൻ ഈ പറയണ കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ ഒരാൾക്കും പറയരുത്, മനസ്സിലായോ? മനസ്സിലായി മോളെ എന്ന് പറയാണ്. എല്ലാത്തിനും കാരണം ആ കല്യാണിയാണ്. എന്റെ ജീവിതം ഇങ്ങനെ നശിയാൻ കാരണം കല്യാണിയാണ്. അവൾ ആ കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെയാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ ആകെ മാറിപ്പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കല്യാണിനെ കൊല്ലാൻ വേണ്ടി പോയി. പക്ഷെ അവസാനം അവള് മരിച്ചോ? അവള് മരിച്ചുമില്ല. കൊല്ലാൻ പോയവരൊക്കെ മരണപ്പെട്ടും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കിരണവും കല്യാണിയും കൂടി വണ്ടിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് കല്യാണി കിരണോട് പറയണ്ട്, കിരണേട്ട ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ കിരണേട്ട. അച്ഛൻ ജയിലിൽ പോയപ്പോ മുതല് എന്തോ വല്ലാത്തൊരു ഭാരം പോലെ മനസ്സിലായി. ജീവിതത്തിൽ എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ തോന്നുവാണ്. ഇപ്പോഴത്തെ അമ്മയും ഹോസ്പിറ്റലായി, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കായിരുന്നു കിരണേട്ട എന്ന് കല്യാണി പറയുമ്പോ കിരൺ പറയണ്ട്, കല്യാണി നിനക്ക് വയ്യാത്തല്ലേ, നീ ഹോസ്പിറ്റലിൽ നിന്നാൽ ശരിയാവില്ല കല്യാണി, അതുകൊണ്ടാ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ കുറച്ചു ദിവസം തറവാട്ടിൽ നിൽക്ക്, പിന്നെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കാദംബരി ചേച്ചിയും കാർത്തികയും അവിടെ ശാന്ത ചേച്ചിയും ഞാനും ഒക്കെ ഉണ്ടല്ലോ. കുഞ്ഞിനെ നിനക്ക് കാണണം തോന്നുമ്പോ ഞാൻ തറവാട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാം. നീ കുറച്ചു ദിവസം തറവാട്ടിൽ പോയി നിൽക്ക്, അത് തന്നെയാണ് നല്ലത് എന്ന് പറയാണ്. എന്നാലും ദുരന്തങ്ങൾ എന്താ കിരണേട്ടാ ഇങ്ങനെ ഒഴിഞ്ഞു മാറാത്തത്? അതൊക്കെ ശരിയാവും കല്യാണി, എന്ത് ചെയ്യാനാ? നിനക്ക് അമ്മയുടെ അറിയാലോ, അമ്മക്ക് ചെറിയൊരു ടെൻഷൻ വന്നാൽ മതി, അപ്പൊ അമ്മ തലകറങ്ങി വീഴും. ഇതിപ്പോ സ്വന്തം സ്നേഹിച്ചു വളർത്തിയ സ്വന്തം മകനെ തന്നെ അച്ഛൻ കൊന്നല്ലോ, അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അമ്മക്ക് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വീണ് പോയത് എന്ന് കിരൺ പറയാണ്. അങ്ങനെ കിരണവും കല്യാണം കൂടി താരെ നമ്മുടെ സരയുവിന്റെയും ഷാന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. കല്യാണിനെ കാണുമ്പോ തന്നെ സരയു വേഗം തന്നെ ഷാന്റെ അടുത്ത് പറയണ്ട്, വന്നു നാശം പിടിച്ചവൾ, കുരുത്തം കെട്ടവൾ എന്നൊക്കെ പറയണം. അയ്യോ മോളെ പതുക്കെ പറ, അവള് കേൾക്കണ്ട. നോക്ക്, നിന്റെ മനസ്സിലുള്ള ദേഷ്യമൊന്നും അവളോട് കാണിക്കില്ലേട്ട മോളെ എന്ന് പറയാണ്. ഞാൻ അങ്ങനെ കാണിക്കില്ല എന്ന് സരയു പറയണ്ട്. ആ കിരണേ, കല്യാണി നിങ്ങൾ എത്തിയോ? എത്തി. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മക്ക്? അമ്മ ഇപ്പൊ ഐസി തന്നെയാ, ആരെയും കാണാൻ പറ്റില്ല, കാണിക്കില്ല. ഞാനേ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അതുകൊണ്ട് ഇവിടെ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാകും. അത് നന്നായി കിരണേ, കല്യാണി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ സരിയോ പറയണ്ട, ഹോ എന്നാലും ദുഷ്ടന്മാരൊക്കെ ഒഴിഞ്ഞു പോയിട്ടും ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ കിരണേ, അതിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല നീ ഓഫീസിലേക്ക് ഒന്ന് പോകുന്നില്ലേ? ആ പോകുന്നുണ്ട്, ഓഫീസിൽ പോകാൻ വേണ്ടി പോകാണ്. കല്യാണി എന്തായാലും ഓഫീസിലേക്ക് വരുന്നില്ല, ഇനി കുറച്ചു ദിവസം അമ്മയെ ഡിസ്ചാർജ് ആണവരെ ഞാൻ ഓഫീസിലേക്ക് വരില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് വരുള്ളൂ. നീ ഓഫീസിലേക്കല്ലേ? അതെ, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കിരണ, ഓഫീസിലെ കാര്യങ്ങൾ ഞാനും ഹരിയേട്ടനൊക്കെ നന്നായിട്ട് ചെയ്തോളാം എന്ന് പറയാണ്. ആ ദുഷ്ടന്മാരായിട്ടുള്ള ഗംഗപ്രസാദ് പോയപ്പോഴേക്കും സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാന്ന് കരുതി, പക്ഷെ അത് പറ്റുന്നില്ലല്ലോ മക്കളെ എന്ന് ഷാരി പറയുമ്പോഴേക്കും നമ്മുടെ കിരൺ പറയണ്ട്, ദുഷ്ടനായിട്ടുള്ള ഗംഗപ്രസാദ് മാത്രമല്ലല്ലോ, ആന്റിയുടെ ഭർത്താവ് വലിയൊരു ദുഷ്ടൻ തന്നെയായിരുന്നു, അയാളും മരിച്ചു. അപ്പൊ സരിയോ പറയണ്ട്, ആ അതെ, അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ എന്റെ അച്ഛന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണിനെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ അയാൾ നടന്നത്, എന്നാലും അയാൾക്കും ആ വിധി ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഗംഗപ്രസാദിനും ആ വിധി, അതുപോലെ തന്നെ വിക്രത്തിനും അതുപോലെ തന്നെ സംഭവിച്ചു എന്നിങ്ങനെ പറയാണ്. ഹോ ഇവരൊക്കെ എന്താണാവോ തിരുത്താത്തത് എന്ന് പറയുമ്പോഴേക്കും ആ എന്തായാലും ശത്രുക്കളൊക്കെ ഒരുവിധം ഒഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ സരിയും മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ ശത്രുക്കളൊക്കെ ഒഴിഞ്ഞുപോയി ഇവളെ കൊല്ലാൻ നടന്നിട്ട്, പക്ഷെ ഇവള് മാത്രം ചത്തില്ലല്ലോടാ, നീ എന്റെ സ്വത്താണ്, നീ എന്റെ മാത്രമാണോടാ കിരണേ എന്നൊക്കെ സരിയും മനസ്സിൽ വിചാരിക്കാട്ടോ. ആ അമ്മേ എന്നാ ഞാൻ ഓഫീസിൽ പോവാനേ, കല്യാണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അമ്മേ, അതൊക്കെ മോൾ പ്രത്യേകം വേണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് കിരണും ഞാനെന്നാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങാണ്. സരിയുവിനെ സന്തോഷമാവാണ്, കാരണം കല്യാണി ഒറ്റക്കായിട്ട് കിട്ടിയല്ലോ, ഇനി അമ്മക്കും മോൾക്കും എന്ത് വേണമെങ്കിലും കല്യാണിനെ ചെയ്യാലോ, ആ ഒരു സന്തോഷമാണ് സരിയുന് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.